ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. നമുക്കിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? ബ്രെഡും മാംഗോയും വെച്ചിട്ടുള്ളൊരു പുഡിംഗാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 8 സ്ലൈസ് ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിന്നിൻ്റെ പകുതി ഇവാപ്പറേറ്റഡ് മിൽക്ക്, പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ ഈ ടിന്നിൻ്റെ പകുതി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് പാല്, പിന്നെ ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയത്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത്. നമുക്കൊരു മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിൽ വലിയ കഷ്ണങ്ങളാക്കിയ മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാലൊഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു 3/4 കപ്പ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. ആ ടിന്നിൽ പകുതിയോളം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, അത് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ജ്യൂസിൽ നന്നായിട്ട് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിൽ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാവും ബ്രെഡിൻ്റെ സ്ലൈസ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ സൈഡിൽ സ്പേസൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ സ്ലൈസസും ഇതിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ആ സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് കറക്റ്റാക്കിയിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ആ സൈഡും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് കടിക്കാനായിട്ട് ഞാൻ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ താഴെ സെറ്റ് ചെയ്ത പോലെ തന്നെ അതേ ലെയർ മുകളിലും കൂടി സെറ്റ് ചെയ്യാം. വീണ്ടും ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ആ മാംഗോൻ്റെ ജ്യൂസിൽ മുക്കിയിട്ട് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത അതിനൊക്കെ കുറച്ചുകൂടി സ്പേസ് വന്ന പോലൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് സൈഡിലൊന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മാംഗോ പീസസ് ഇട്ട് കൊടുക്കുക, നട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ ഞാനൊരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ആ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ വിപ്പിംഗ് ക്രീമിൽ ഷുഗർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഓൾറെഡി മധുരം ഉള്ളതാണ്. നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആ മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ 1 മണിക്കൂർ ഇത് ഫ്രീസറിൽ ഞാൻ സെറ്റാൻ വയ്ക്കുന്നുണ്ട്. ഞാനിത് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അതുപോലെ മാങ്ങ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന്ന് കട്ട് ചെയ്ത പീസ് ചെയ്യാനും മക്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം.
എങ്ങനെയുണ്ടായിറ? പറയ്. സൂപ്പറാ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണുണ്ട്. നല്ല ടേസ്റ്റാ. Thank you for watching.